ഇതിനെക്കുറിച്ചാണ് ഒരുപാട് ആൾക്കാർ വേണ്ടാത്ത അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ ഓരോട് പറയേണ്ടത് ഇത് ശരിക്ക് ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ്, അതേപോലെ ഈ GCC പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ സൗദി അറേബ്യ ആയിക്കോട്ടെ, കുവൈത്ത് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, പിന്നെ അതേപോലെ ദുബായ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അപ്രൂവൽ കിട്ടിയിരിക്കണം. അല്ലാതെ വെറുതെ ഒരു സാധനം ഇപ്പോൾ വിദേശ രാജ്യത്ത് കൊള്ളില്ല, അമേരിക്കയിൽ വരെ, UK, അമേരിക്കയിൽ വരെ അപ്രൂവൽ ഉണ്ടായതുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ അവകാശവാദം ഇത് നാട്ടിലും അതേപോലെ തന്നെ സൗദി അറേബ്യയിലും മറ്റുള്ള ഗൾഫ് നാടുകളിലൊക്കെ അപ്രൂവൽ ലഭിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ്. ശരിയായിരിക്കുക. എന്തായിട്ട് വിൽക്കാനാണ് അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്? മനുഷ്യ ശരീരത്തിൽ ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കാനുള്ള മെഡിസിനായിട്ടോ, അതല്ല മനുഷ്യ ശരീരത്തിൽ തളർച്ച ഉള്ള സമയത്ത് ക്ഷീണം മാറ്റാനുള്ള ഒരു മെഡിസിനായിട്ടോ, അതല്ല നിങ്ങൾ അവകാശപ്പെടുന്ന ഫുട്ബോൾ കളിക്കുമ്പോൾ, അതുപോലെ തന്നെ ജിമ്മിന് പോകുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പീരീഡ് ഉള്ള സമയത്ത് യൂസബിൾ ആകുന്ന ഒരു പ്രൊഡക്റ്റായിട്ടാണോ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്? അല്ലല്ലോ. വെറും കാപ്പി പൊടിയായിട്ട് വിൽക്കാനുള്ള അപ്രൂവൽ മാത്രമേ എല്ലാ രാജ്യത്തും ലഭിച്ചിട്ടുള്ളൂ. നിങ്ങൾ 54 രാജ്യങ്ങളിലൊക്കെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്, അല്ലാഹു അഅലം. ആ 54 രാജ്യങ്ങളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ? ഇത് വിറ്റിറക്കാൻ ഏതെങ്കിലും വ്യക്തികൾക്ക് ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് കാപ്പിപ്പൊടിയായിട്ട് വിൽക്കാൻ മാത്രമേ പാണ്ടിക്കാട് കുഞ്ഞാന് അപ്രൂവൽ ലഭിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈ തള്ളിവിടുന്ന അവകാശവാദങ്ങൾക്ക് ഒരു ഡോക്ടർ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പരമായിട്ട് എന്തെങ്കിലും തെളിവോ രേഖകളോ തുമ്പോ ഏതെങ്കിലും ഒരു രാജ്യത്ത് തെളിയിക്കുന്ന എന്തെങ്കിലും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന നിങ്ങളുടെ തൊള്ളപ്പൊട്ടല്ലാണ്ട് ഒന്നുമില്ല. കാരണം ഈ മനുഷ്യ ശരീരത്തിൽ ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ലൈംഗിക അവയവങ്ങൾക്കുള്ള രക്തഓട്ടം കൂട്ടുക എന്നുള്ളതൊരു സാധാരണ വിഷയമല്ല. അത് മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യ ശരീരത്തിൽ തളർച്ച, ക്ഷീണം മാറ്റുക എന്നുള്ളതൊരു സാധാരണ വിഷയമല്ല. അത് അത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണേണ്ടത് അത് അണ്ടർ മെഡിക്കൽ സൂപ്പർവൈസറിലാണ് അത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുക. കാരണം ഓരോരോ മനുഷ്യ ശരീരത്തിൽ BP കൂടിയ ആൾക്കാരുണ്ട്, കുറഞ്ഞ ആൾക്കാരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, ഷുഗർ ഇല്ലാത്ത വ്യക്തികളുണ്ട്, ഹൈ ലെവൽ ഷുഗർ ഉള്ളവരുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതിന് മെഡിക്കൽ റിപ്പോർട്ട് പരമായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള രീതികളുടെ പാണ്ടിക്കാട് കുഞ്ഞാനെ. അല്ലാണ്ട് നിങ്ങൾ ഈ തള്ളിവിടുന്ന തൊള്ളപ്പൊട്ടിൻ്റെ അവകാശവാദങ്ങൾ കൊണ്ട് ഒരിക്കലും അത് പരിഹരിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ ലൈംഗിക അവയവങ്ങൾക്കുള്ള രക്ത ഓട്ടം കൂട്ടുന്ന ഒരു മെഡിസിൻ, ആ ഒരു മെഡിസിൻ ഒരു തരത്തിലും ഒരു ജിമ്മിന് പോകുന്ന ആൾക്കോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കോ ഒരിക്കലും യൂസബിൾ ആവില്ല. യൂസബിൾ ആകുമെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് തെറ്റാണ്. ഒരിക്കലും അത് യൂസബിൾ ആവില്ല ആ ഒരു പ്രൊഡക്റ്റ്. എന്ത് പൊട്ടത്തരാണ് പറയുന്നത്? ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഒരു ഫുട്ബോൾ കളിക്കാരനോ ഫുട്ബോൾ കളിക്കുന്ന ഒരു സമയത്ത് അത് യൂസബിൾ ആവുക? ഇത് പറയണ നിങ്ങളൊക്കെ പാമ്പര വിഡ്ഢികളും പൊട്ടന്മാരും പൊട്ടതകളാണെങ്കിൽ ഇത് കേൾക്കുന്ന ജനങ്ങൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധികൾ എന്ത് ചെയ്യുക, കാണിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ രാജ്യത്തും നിങ്ങൾ പറയുന്ന 54 ഓക്കെ നമ്മൾ സമ്മതിച്ചു തരാം, പോട്ടെ. ഗൾഫ് നാടുകളിലും മറ്റുള്ള ഇന്ത്യയിലൊക്കെ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് കാപ്പിപ്പൊടിയായിട്ട്, കോഫി മിക്സ് ആയിട്ട് വിൽക്കാനുള്ള അപ്രൂവലേ ലഭിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ തള്ളിവിടുന്ന അവകാശവാദങ്ങൾക്കുള്ള ഒരു അപ്രൂവലും ഒരു രാജ്യത്തും മെഡിക്കൽ പരമായിട്ട് ഒരു രാജ്യത്തും അപ്രൂവൽ ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവായിട്ട് വരും. അപ്പോൾ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. കേവലം നാട്ടിലൊക്കെ 300 രൂപ കൊടുത്താൽ അടിപൊളി കാപ്പിപ്പൊടി കിട്ടും. സൗദി അറേബ്യയിലൊക്കെ 15, 16, 18, 22, 24 ഒന്നും കൂടെ ബ്രാൻഡേഡുള്ള കോഫികൾക്ക് 26, 28 റിയാൽ അടിപൊളി കാപ്പിപ്പൊടികൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അത് കുടിച്ചാലും നിങ്ങൾ ഈ പറയുന്നതിനേക്കാളും ഉഷാർ ഉന്മേഷം ഒക്കെ ലഭിക്കുന്നുണ്ട്. കേവലം തുച്ഛമായ പൈസയ്ക്ക് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതിനില്ലാത്ത ഒരു ഔദ്യോഗികമായിട്ട് ഒരു തെളിവോ രേഖകളോ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ട് 60%-നും 70%-നൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ, അത് പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വഴിക്ക് പോവാം. നിങ്ങൾ അതിന് ഇൻട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇനി പെണ്ണുങ്ങളെ അല്ല, കുടുംബക്കാരെ അല്ല, ഇനിയിപ്പോൾ മക്കളെ അല്ല, ആരെയാണ് രംഗത്തിറക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. പക്ഷെ വിവരമുള്ള ആളുകൾ എന്ത് ചെയ്യരുത്, ഇത്തരം പ്രൊഡക്റ്റൊന്നും വാങ്ങിയിട്ട് ആന മണ്ടന്മാരാവരുത്. അതിന് മാത്രമൊന്നും ബുദ്ധി കെട്ടുപോയിട്ടില്ലല്ലോ. അത് ചിന്തിക്കുക ഇൻഷാ അല്ലാഹ്.